ഗൈസ് അങ്ങനെ മാൾട്ടയിൽ ലാസ്റ്റ് ദിവസം ഇന്നും കൂടെ ഉള്ള നമ്മളിവിടെ നമ്മൾ നാളെ തിരിച്ചു പോകണമാണ് ജർമ്മനിയിലേക്ക്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നമ്മളിവിടെ ജസ്റ്റ് ഇവിടുത്തെ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് ഇവിടുത്തെ കിടിലൻ ഫുഡ് സ്പോട്ട് ഉണ്ട്. നമ്മളവിടെ വന്നാക്കണം. കിടിലൻ സ്റ്റീക്ക് ബർഗേഴ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഒരു ഫുഡ് ട്രക്കാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്ഥലം നോക്കി എൻ്റെ പൊന്നേ. മാൾട്ടയിൽ ഇവിടെ ഇങ്ങനത്തെ കിടിലൻ സ്ഥലങ്ങൾ കുറേ ഉണ്ട്. ഇതിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ഫുഡ് ട്രക്കാണ്. ഈ ഫുഡ് ട്രക്കിൻ്റെ ബാക്കിലേക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് ഒരുക്കി. ആ സ്പേസിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരും. ഇത് ജോക്കിനോട് കഴിച്ചാൽ കഴിഞ്ഞപ്പോൾ നീ ഏതാ കഴിച്ചു? എല്ലാം കഴിച്ചിട്ടുണ്ട്. ബ്രിസ്ക്കറ്റ്, പുൾഡ് പോർക്ക്. ഏതാണ് ഇഷ്ടപ്പെട്ടത്? ചിക്കൻ. എനിക്ക് പുൾഡ് പോർക്ക് റാൻ ചിക്കൻ ഇഷ്ടപ്പെട്ടു. ചിക്കൻ സൂപ്പർ. അതെ, ടേസ്റ്റിയാണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ഫുഡ്. സോറി. കിട്ടിയാ? താങ്ക് യു. Sausage. സോസേജ്. Sausage. ബ്രിസ്ക്കറ്റ് ഉണ്ട്. അത് ബീഫ് ബ്രിസ്ക്കറ്റ്. അതാണ് Super. How is it? Good. Good? മറ്റേ പുൾഡ് പോർക്കാണ്. അത് പുൾഡ് പോർക്കാണത്. കഴിച്ചു നോക്ക്. നൈസാണല്ലേ? ഇതിൻ്റെ മീറ്റിംഗ് വേണ്ട? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കഴിച്ചു നോക്കട്ടെടാ. അടുക്കാം എൻ്റെ അമ്മ സൂപ്പർ. ഫ്രഞ്ച് ഫ്രൈസ് ഇതും വെറൈറ്റി ആണ് ഇവിടുത്തെ. ഇവിടെ സോസേജാണ് ഇതിനകത്ത്. കിട്ടില്ല സോസേജാണ് ഇതുണ്ടോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അകത്തുള്ള. ഭയങ്കര സോഫ്റ്റ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. സോഫ്റ്റ് എന്ന് വെച്ചാണല്ലോ അന്യായ സോഫ്റ്റ്. എല്ലാം പറ്റും. കണ്ടാലറിയ സാധനം. ബെറ്റർ സാധനം ആയിക്കോളൂ. ചിക്കൻ അല്ലേ? ചിക്കൻ ഇതെങ്ങനെയുണ്ട്? സെയിം തന്നെ. ബെറ്റർ പോർക്കാണ്. ഓക്കെ ഗൈസ്, അടുത്ത കഴിക്കാൻ പോണത് ചിക്കൻ. ഓക്കെ, ചിക്കൻ്റെ മീറ്റി. ഇങ്ങനെ ചിക്കൻ്റെ മീറ്റി. കമോൺ ഗൈസ്. കമോൺ ഗൈസ്, കഴിച്ചു നോക്കാം. എത്ര ബണ്ണാണ് സാധനം യൂസ് ചെയ്താണ്. ഇത് സോഫ്റ്റ് മീറ്റ് ആണെന്നുള്ളൂ, പക്ഷേ ആ ഫ്ലേവർ കിട്ടിയത് പോർക്കിലാണ്. ഗൈസ്, സ്മോക്ഡ് പോർക്ക് ബെല്ലി അത് അടിക്കാൻ വേണം അടുത്തത്. എന്നാടാ ഇരിക്കണടാ. ഇത് വേറെ സോസേജസ് ഒക്കെ ഉണ്ട്. സോസല്ല, വേറെ സോസ് ഇട്ടിട്ടുണ്ട് അവർ. ബീട്രൂട്ടിൻ്റെ പിക്കിൾഡ് സോസും റോട്ട് കോള്. ആ, റെഡ് ക്യാബേജ് ആണല്ലേ? ഓക്കെ, പക്ഷേ അതും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അടുത്ത കഴിക്കാൻ പോണത് ബിസ്ക്കറ്റ്. ബീഫ് ബിസ്ക്കറ്റാണ്. പൊളി സാധനം വയ്ക്കും. ലാസ്റ്റത്തെ കൊച്ചൊക്കെയാണ്. അന്നാണ് അവർ കവറിൽ തന്നത്. അത് മാത്രം. ബിസ്ക്കറ്റ് ഗോൾ ഈസ് ഗോയിങ് ടു ഈറ്റ്. അണ്ണാക്കിലോട്ട് നോക്ക്. അതൊക്കെയാണ് വീഡിയോന് അപ്പിയറൻസ്. നീ ഏത് കൊടുക്കും റേറ്റിംഗ് ഫസ്റ്റ്? അതേതായിരുന്നു? പുൾഡ് പോർക്ക്. ബിസ്ക്കറ്റ് ഗൈസ്, ബിസ്ക്കറ്റ് ബീഫ് ബിസ്ക്കറ്റ് അടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ആ ഓക്കെ. അപ്പോൾ ഇങ്ങനെ കഴിക്കാം. ഓക്കെ, വീണ്ടും ഫുഡ് ചേർത്ത് ഞാനിത് ഫസ്റ്റ് അതിനെ പോർക്ക്, പുള്ളി പോർക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ. ബീഫിൻ്റെ ആ നിൽക്കില്ലേ ഫ്ലേവർ. ഇറ്റ് വാസ് നൈസ്. താങ്ക് യു. ബൈ ബൈ. മാൾട്ടയിലെ ആകെയുള്ളൊരു പാലമാണ്. ഇതാണ് മാൾട്ടയുടെ ക്യാപിറ്റലായ വല്ലേറ്റ. വല്ലേറ്റാണോ വല്ലാറ്റാണോ? വല്ലറ്റ. യൂറോപ്പിലെ എവിടെ പോയാലുള്ള സെൻറ്റർ ഇവിടെയുമുണ്ട്. യൂറോപ്പിൽ എവിടെ പോയാലും ഉണ്ടാവും ഓരോരോ സെൻറ്റർ. കണ്ടിട്ടില്ലേ? ആംസ്റ്റർഡാമിലുണ്ട്, ഇറ്റലിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. ചെക്കിലുണ്ട്.
അതുപോലത്തെ സെന്ററാണത്. ഇതെന്താ സംഭവമായിരുന്നു? എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? അത് മാൾട്ടയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്ന്. അതിൻ്റെ മറ്റേ 3D വിഷൻ ആയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഇത് ഓക്കെ. ഇതിൻ്റെ സൈഡിൽ ഇത് ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഇപ്പുറത്തായിട്ട് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇവിടുത്തെ മെയിൻ ഏറ്റവും പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ കടികൾക്കും ചായക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് ജർമ്മനി അപേക്ഷിച്ചിട്ട്. ചായക്കൊക്കെ €1 ചായ കിട്ടും, €1, €1.5. കടികൾക്കും റേറ്റ് കുറവാണ്. പഴംപൊരിയൊക്കെ €1 ഉള്ളൂ. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ €6 ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഫുഡ് കഴിക്കാം. ചിക്കനുള്ള ചിക്കൻ റോള് കണ്ടോ? നാട്ടിലുള്ള ബേക്കറി കണ്ടുപിടിക്കട്ടെ ആയിരിക്കുന്നതാണ് ചിക്കനുള്ള ചിക്കൻ റോള്. ഇവിടുത്തെ വില നോക്കി. പരിപ്പോടെ 1.50, ഉഴുന്നോടെ 1.50, ബീഫ് കട്ട്ലറ്റ് 1.50, ചിക്കൻ കട്ട്ലറ്റ് 1.50, ചിക്കൻ സമൂസ 1.50, എല്ലാം 1.50. ഇത് മലയാളികളുടെ ഒരു കടയാണ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന്. ഇത് മറ്റേ വല്ലേറ്റിലെ ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള കടയാണ്. ഇതെന്താണ് സംഭവം? ഇത് മറ്റേ നമ്മുടെ മറൈൻ ഡ്രൈവ് പോലത്തെ സംഭവമാണ്. ലൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടേക്കല്ലേ? നൈറ്റ് ആയിരുന്നു ഇത്ര ഭംഗിയുണ്ടായിരുന്നു. മറ്റേ മാൾട്ടയുടെ പാർലമെന്റ്. ഇതുണ്ടോ? ഈ വല്ലേറ്റയുടെ ക്യാപിറ്റലിലാണത്. വല്ലേറ്റിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ വഴിക്ക്, ഇതിന് നേരെ ഓപ്പോസിറ്റ്. അവിടെ നമുക്ക് വല്ലേറ്റിലെ പാർലമെന്റ് കാണാം. ഇവിടെ ആകെ 2 MLA മാത്രമല്ലേ ഉള്ളൂ. ഇവിടുത്തെ MP രാവിലെ എൻ്റെ കടയിൽ ഒരു ക്ലാസ് ഇട്ടുണ്ട്. പലക്കെ വെച്ചിട്ടു. ഇവിടെ നാട്ടിലെ പോലെ മറ്റേ ഇതൊന്നുമില്ല, കാറും പോലും ഒന്നുമില്ല. ഇവിടെ എത്ര ദ്വീപുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ആകെ 2 ഐലൻഡ്. ആൾത്താമസം ഉള്ളത് ഇതുണ്ടെണ്ണം, അല്ലാത്ത ചെറുതാൾക്കാർക്കുണ്ടാ ഉണ്ട്. പക്ഷേ കുമ്മിലൊരല്ലേ തന്നെ. ഏത് കടക്കാരനോട് ഈ സാധനോ? ആ മോളിൽ കാണുന്നത്. ആ അവിടെ എന്തോക്കെ പരിപാടി നടക്കണ്ടല്ലോ. അത് ഇപ്പില്ല, പക്ഷെ നടക്കും. അവിടെ എന്തോ അതൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ലൈറ്റൊക്കെ. ഇവിടെ റോളക്സ്, ഇപ്പുറത്ത് കാർട്ടിയാർ കയറണ എന്തിനാണ്? കിട്ടും. ഇതാണ് മാൾട്ടയിലെ കോട്ട ഗൈസ്. ഒറ്റ കോട്ടുള്ളൂ മാൾട്ടയിൽ. ആ കോട്ടാണ് ഈ കാണുന്നത്. പക്ഷെ ഇത് പടച്ചിട്ടാക്കാനുള്ള ഇന്ന് അവധിയാണോ? കോർട്ട് മാൾട്ടയുടെ ഹിസ്റ്ററി ഇതാണ്, സിമ്പിളാണ്. അത് നമുക്ക് കൊണ്ടുപോയി കോപ്പി നല്ല കാര്യമാണ്. അവരെന്തിനാ അത് അവരുടെ വേറൊരു ഇത് മാത്രം ഇതാണ്. അവരുടെ കൾച്ചർ അവിടെ കൊണ്ടുപോകുന്നത് കാര്യമില്ല. ഗൈസ് ഇവിടെ പാലസ്തീൻ്റെ സ്ട്രൈക്ക് കിടക്കുന്നുണ്ട്. ഇതിവിടുത്തെ പാർക്കാണ് ഗൈസ്. നൈസ് അല്ലേ? പാർക്കല്ലേ ഇത്? ഗൂഗിള് ആ ഇവിടുത്തെ പാർക്കാണ്. അവിടെയുണ്ട് വീരങ്ങി. ഇതിവിടെ മറ്റേ ചെടിയൊക്കെ മുളപ്പിക്കുന്നുണ്ടോ? ഈ അതുപോലെ മുളപ്പിച്ചാണ് ചെടിയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ പൂവിട്ടിട്ടില്ല. ഗോകുലാണ് ഇവിടെ ഒത്തുവാക്കിയത്. അതാണ്. ഇതെന്താടാ ഗോകുല്? ഈ സ്ഥലം ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ. നീ ഇത്ര നാളായിട്ട് കണ്ടില്ലേ? പുള്ളിയാണ് ഇത് ഫൗണ്ടേഷൻ. അതെ, E=mc² ഫോർമുല അതേ ഇരിക്കണം. എൻ്റെ മോനെ ഇവിടുത്തെ വ്യൂ ഒക്കെ ഇതേ. ഇതൊരു പോട്ടൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഷിപ്പ് കിടക്കണമൊക്കെ. ഷിപ്പുണ്ടോ? ഷിപ്പാണ് കാണുന്നത്. ഈ സ്ഥലത്തിനെ പറഞ്ഞാൽ 3 cities ഓഫ് മാൾട്ട. അതെന്ന് വെച്ചാൽ സിറ്റി, ഇതൊരു സിറ്റി, അതൊരു സിറ്റി, 3 cities. നമ്മ ഈ സിറ്റികളുടെ ഇടയിൽ കൂടിയാണോ നമ്മ വണ്ടി ഓടിക്കണം? ഇല്ല, ഇത് നമ്മ അങ്ങോട്ട് പോയിട്ടില്ല. ആ ഓക്കെ. അത് വേറെ സിറ്റി. ഇവിടെ ഇല്ലേ ഇതുപോലെ പീരങ്കികളുടെ ബഹളമാണ്. ഇവിടുത്തെ എല്ലാ ഹിസ്റ്റോറിക്കൽ പ്ലേസിലും നിറച്ച് പീരങ്കികളാണ്. കിട്ടിലും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് മൊത്തം. എൻ്റെ പൊന്നോ അടിപൊളി. ഇതവിടെ പോട്ടിലിറങ്ങിയിട്ട് ബോട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങണം. നോക്കി ഇങ്ങനത്തെ ബോട്ടുകൾ, റൈഡുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഈ പോണ ഷിപ്പ് ഉണ്ടല്ലോ, ഇത് മാൾട്ടയിൽ നിന്ന് ഇറ്റലി പോണ ഷിപ്പാണ്. എങ്ങനെയുണ്ട്? ഇതിനെ നമുക്ക് കാറ് എല്ലാം കൊണ്ടുപോകാം. പക്ഷെ കൊടുക്കത്തെ എക്സ്പെൻസീവ് ആണ്. ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ. ആ ഷിപ്പിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു കുഞ്ഞു ഷിപ്പ് പോകണം. കണ്ടോ? കുഞ്ഞിത് ചെറുത്. ആ തെര മതിയാതെ നിലത്ത് വിടാൻ. ഇവിടുത്തെ ഇവരുടെ ഒരു സ്റ്റൈല് മാൾട്ടീസ് സ്റ്റൈൽ വിൻഡോ, മാൾട്ടീസ് വിൻഡോ എന്ന് പറയുന്നത്. ആ ഓക്കെ. ഇവിടുത്തെ ഉള്ളത് വിൻഡോ ഉണ്ട്, ക്ലോക്കും ഉണ്ട്. മാൾട്ടീസ് ക്ലോക്ക് ഉണ്ട്, കണ്ടോ? അത് ഫോട്ടോ ഞാൻ കാണിച്ചാലും കണ്ടില്ല. അത് വിൻഡോ ആണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറല്ലേ. നമ്മുടെ പുരാവസ്ഥ എന്താ പറയുന്നത്? നമ്മുടെ പഴയകാല സാധനങ്ങൾ. മനസ്സിലായി. നമ്മുടെ അമ്പലമൊക്കെ ഇല്ല ഇങ്ങനെ ഇരിക്കുന്നത്, അതുപോലെ ഇവരുടെ ആർക്കിടെക്ചർ.
I like it. ഞാൻ പിടിക്കാണ്ട്. Enough. Enough. I like it. മഴ വന്നതായിക്കോ അല്ലേ? ശങ്കാണത്. മഴ നടക്കുമ്പോ ഇരിക്കണണ്ടാ. മറ്റേ ഒച്ചായിരിക്കോട്ടെ, മറ്റേ ഒരു ഒച്ച ഉണ്ടാവില്ലേ പുല്ലുമേലൊക്കെ, മറ്റേ ഒച്ച ആ ഒച്ചായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, ഒച്ച നടക്കും. നടക്കുമ്പല്ലേ നടക്കണ്ട എടുക്കണ്ട. ഗൈസ്, ഞാൻ പെരിപ്പെരിമന്തി കഴിക്കാൻ തോന്നാ. കഴിക്കണ ആ വലിയ കാണിച്ചു കൊടുക്കുക ഗൈസിന്. പൊക്കി വലിയ പൊക്കി കാണിച്ചു കൊടുക്കും. ഗൈസ്, ഇതാണ് എൻ്റെ ചിക്കൻ എന്ന് പറ. ഗൈസ്, രാവിലെ തന്നെ ഗോകുൽ പെരിപ്പെരിമന്തി കുത്തി കിട്ടുന്നു. അതെ, ഗോകുൽ അങ്ങനെ ഇന്ന് തിരിക്കുകയാണ്. ഞങ്ങളും പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് മാൾട്ടയിൽ. ഗോകുൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു. പ്രണവത്തെ ബാക്കിൽ കണ്ടാ. ഇവർക്ക് പബ്ലിക് ഹോളിഡേ ആണ്, പക്ഷേ എനിക്ക് പറയുന്നുണ്ട് നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഗോകുലിനെ പോയി ഇറക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം അടുത്തടിക്കണം. ഓക്കെ, ബൈ ബൈ ബൈ. പോണ്ട. ശരി ശരി, ബൈ. അങ്ങനെ ഗോകുലും പോയി. ഞാൻ ഫുള്ള് ചെയ്ത് മേക്കപ്പ് ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ലേറ്റായി വരാൻ. ഗൈസ്, ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ ബാക്കപ്പ് എല്ലാവരും ഉണ്ട് കാറിൽ. പ്രണവത്തെ ബാക്ക് ഇരിക്കുന്നു. പ്രണവ് അതുകൊണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ വിഷമം. സുസൈൻ, ഞങ്ങൾ പോവുകയാണ്. താമനുണ്ടോ ഞങ്ങളൊപ്പം? പിന്നെന്ത് വരും? ഇന്ന് ഡ്രസ് ഇട്ടില്ല വെച്ച്. ഇനി തനിക്ക് മേക്കപ്പ് ഇടാൻ ആരെങ്കിലും ഉണ്ടോ? ലിപ്സ്റ്റിക് ആന്നില്ലേ? ബെർലിനിൽ ഞങ്ങൾക്ക് സെൽഫ് ചെക്കിനുണ്ട്. എപ്പോഴും ജർമ്മനിക്ക് പറ. പെട്ടിപ്പോയി. ജർമ്മനിക്ക് എപ്പോഴും ഇനി പോട്ടെ. പോട്ടെ. താങ്ക്സ്. സുമോ കൊണ്ടുവരാം. പോട്ടെ. പോട്ടെ. വാങ്ങണേ വരടാ. ബൈ ബൈ. ആ എടാ ടിക്കറ്റാ. അവർ പോവുകയാണ് കേസ്. ഞാൻ പോവുകയാണ് കേസ്. ആര് പോയി? പോയാ? അത് കൊഴപ്പില്ല. നമുക്ക് ജർമ്മനി പോവാ. ഏട്ടാ കരയണ്ട ഏട്ടാ, കരയണ്ട വെച്ച് ഏട്ടാ.